മരങ്ങൾ കുറേ പക്ഷികൾക്ക് ഭക്ഷണമാണ്. പ്രത്യേകിച്ചും വേഴാമ്പൽ അത് കരടിയൊക്കെ ഇതിൻ്റെ പഴങ്ങൾ കഴിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിൽ പ്രത്യേകത നമ്മൾ പറയാനുള്ളത് ഇത് ശരിക്കും മരുതാണ് മരം. നമ്മൾ കണ്ട മുകളിൽ ഏതോ പക്ഷി ഹോൺബിൽ പേരാൽ മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടും. മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടുന്ന ഗ്രേ ഹോൺബിൽ പ്രത്യേക തരം വരണ്ട വേനൽക്കാലങ്ങളിൽ ഈ മരങ്ങളിൽ വന്നിട്ടുണ്ടാവും. ഈ അരയാളിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, അതിലാവും വന്നിട്ടുണ്ടാവും. ഉറപ്പായി വരും. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ വേഴാമ്പലുകൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേഴാമ്പലിൻ്റെ പെൺപക്ഷി ഒരു മുട്ടയിട്ട് കഴിഞ്ഞാൽ ആൺപക്ഷി വേണം ഭക്ഷണം കൊണ്ട് കൊടുക്കുക. ആ കഥകൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് ഓരോരോ സമയത്തും മുട്ട വിരിഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന വ്യത്യസ്ത പഴങ്ങളാണ്. ഒരേ ടൈപ്പ് പഴം അല്ല കൊണ്ട് കൊടുക്കുക. അപ്പോൾ വ്യത്യസ്ത പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടത്തിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ വായി തുറന്നിട്ട്. അത് പറഞ്ഞു. ഹോൺബിൽ നമ്മുടെ ഏറ്റവും നല്ല പക്ഷിവർഗത്തിൽപ്പെട്ടതാണ് മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടുന്ന. ഇവരുടെ ജീവിതശൈലി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പലിൻ്റെ ജീവിതശൈലി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ ഡ്രൈ ഫോറസ്റ്റിലേക്ക് അവർ വരില്ല. ഇവർ നിത്യഹരിത വനങ്ങൾ, എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെയാണ് ഇവരുടെ ജീവിതശൈലികൾ കഴിഞ്ഞു കൊണ്ടുപോകുക. ഉയരം കൂടിയ മരങ്ങളും ഉയരം കൂടിയ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഹോൺബില്ലിൻ്റെ ഒരു പ്രത്യേകതരം സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഫ്രൂട്ട്സാണ് ഇവർ കഴിക്കുക. നല്ല ഹസ്ബൻഡിനെ അന്വേഷിച്ചെടുക്കുന്ന ഒരു ബേർഡ്സാണ് ഹോൺബിൽ. നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബേർഡ്സാണ് ഹോൺബിൽ. ഈ ഹോൺബിലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോൺബിൽ മരങ്ങളുടെ ഹോൾസുകളിൽ അവരെ കൊണ്ട് പോകാൻ പറ്റിയ ഹോൾസിനകത്താണ് ഇവർ മുട്ടയിട്ട് കുഞ്ഞു വിരിക്കുക. ഇത് മുട്ടയിട്ട് കുഞ്ഞു വിരിക്കുന്ന വരയ്ക്കും ഈ മരത്തിൻ്റെ ഹോൾസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കാഷ്ടം കൊണ്ട്, ആ ഹോൺബിലിൻ്റെ കാഷ്ടം കൊണ്ട് ഈ മരത്തിൻ്റെ ഹോൾസ് അങ്ങനെ അടയ്ക്കും. കാഷ്ടം കൊണ്ട് മരത്തിൻ്റെ ഹോൾസ് അടച്ചിട്ട് ഇപ്പോൾ ഇത്ര വലിയ ഹോൾസ് ഉള്ളത് ഇത്ര വലിയ ഹോൾസാക്കി എടുക്കും, അടയ്ക്കും. ആ ഉള്ളിൽ കിടക്കുന്ന ഫീമെയിലിൻ്റെ ചുണ്ട് മാത്രം പുറത്തു വരുന്ന രീതിക്കായിരിക്കാം ഇതിൻ്റെ ഹോൾസ് അടച്ചിട്ട് കൊണ്ടൊരു പ്രവർത്തനം. ഇതിനങ്ങനെ അടച്ചിട്ട് ഇതിന് മെയിൻ ആൺപക്ഷി ഇവർക്ക് വേണ്ട ആ ഫ്രൂട്ട്സ് ആഹാരം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ആൺപക്ഷി വേണ്ട ആഹാരം ഫ്രൂട്ട്സ് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൺപക്ഷി മരിക്കാന്നുണ്ടെങ്കിൽ ഈ ഫീമെയിലും അതിനകത്ത് മരിച്ചിട്ടുണ്ടാവും, കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. അതാണ് ഹോൺബില്ലിൻ്റെ ഒരു പ്രത്യേകതരം ഉള്ള കാര്യം. ഈ ആൺപക്ഷി ഭക്ഷണത്തിന് പോകുന്ന ഹോൺബിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ കൂട്ടിനകത്ത് കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും മരിക്കാൻ ചാൻസ് കൺഫേംഡാണ്. ഫുഡ് കിട്ടിയതാണ്, ഭക്ഷണം കിട്ടാണ്. ഇതങ്ങനെ ഇതിനകത്തിരുന്ന് 3 മാസം, മാക്സിമം 3 മാസമാണ് ഇതിനകത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്ന ദിവസം. ഈ 3 മാസം പറഞ്ഞാൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസം കഴിഞ്ഞ് ഇതിനെ ഹോൾസ് ഇത് തന്നെ കൊത്തി ഓപ്പൺ ആക്കും. കുഞ്ഞുങ്ങളും ഈ അമ്മയും ചേർന്ന് കൊത്തി ഓപ്പൺ ആക്കി പുറത്ത് വരുമ്പോൾ ഇതൊരു നല്ല ഫ്രഷായി എങ്ങനെ പറയാം, ഒരു നല്ല ഭംഗിയുള്ള ഒരു ലേഡി ആയിട്ടാണ് ഈ ഹോൺബിൽ പുറത്തേക്ക്. അതാണ് ഈ ഹോൺബിലിൻ്റെ ഒരു പ്രത്യേകത. വീണ്ടും ഒരു പ്രളയം സംഭവിക്കാനുള്ള ഒരു ധൈര്യബന്ധം സംഭവിക്കാനുള്ള നല്ല ഭംഗിയുള്ള ഒരു ലേഡി ആയിട്ട് ഈ ഹോൺബിൽ പുറത്തേക്ക് വരും.